സർ സർ വിമൽ കുമാർ. അതെ, റിപ്പോർട്ടർ വിമൽ കുമാർ. അയ്യോ സാർ, വെക്കല്ലേ, കാശ് കണ്ടുപിടിക്കാനല്ല. സാറേ, അതൊരു നല്ലൊരു ലൈവ് ഒരു ബിറ്റിനുള്ള ഒരു സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്പോർട്സിലാണ്. ഒരു 5 മിനിറ്റ് സാർ ഒന്ന് ഏറിയാണ്. അതെ, ആ ക്യാമറമാനുണ്ട്. 5 minutes. ഓക്കെ, താങ്ക് യു സർ. പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വിമൽകുമാർ, കളവാടി മീഡിയ നെറ്റ്വർക്കിൽ. ഇപ്പോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിമോണിറ്റൈസേഷനെ കുറിച്ചും അതിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അസന്തുലിതാവസ്ഥയെ കുറിച്ചും കളവാടി മീഡിയ നെറ്റ്വർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിന്റെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇതാ ഒരു ക്യൂ കാണുന്നില്ല. നമുക്ക് ആ ക്യൂവിൽ നിന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം, എന്താണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, എന്താണ് അവരുടെ ബുദ്ധിമുട്ടുകൾ, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ആ ക്യൂവിൽ നിൽക്കുന്ന ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ഞങ്ങൾ കളവാടി മീഡിയ നെറ്റ്വർക്കിൽ നിന്ന് ചേട്ടാ ക്യാമറ. ചേട്ടൻ കുറച്ച് നേരം ആയോ ഇവിടെ വന്നിട്ട്? ക്യാമറ എടുക്കണം. അല്ല ചേട്ടാ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണല്ലോ, ഈ എന്താണ് ഈ ക്യൂവിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ? എന്നാ പറയാനാ, വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും കഴിഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാ. ഇവിടെ ഇന്ന് തന്നെ അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഈ ക്യൂവിൽ നിൽക്കുന്നതെല്ലാം വളരെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആ ഞാനിതിനൊക്കെ എതിർക്കാണ്. വലിയ പാടാണ്. നേരെ വരുന്നു, അകത്ത് കയറുന്നു, തിരിച്ചു വരുന്നു, നേരെ വരുന്നു, അകത്ത് കയറുന്നു, തിരിച്ചു വരുന്നു. ക്യൂ നിൽക്കുന്നൊക്കെ ഒരു അന്ത ഏർപ്പാടാണ്. ചേട്ടൻ ക്യൂ നിൽക്കുന്നതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. നിങ്ങൾക്കുള്ള ഈ ബിവറേജസ് ക്യൂ നിൽക്കുന്നതിനോട് യാതൊരു പ്രശ്നവും കാണാറില്ല, വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി. എന്നാ അല്ല, ഈ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണാറില്ലല്ലോ എന്നാണ്. നീ എന്നാ ലാലേട്ടൻ വിളിക്കാം, ഞാൻ പുലിമുരുകനോടാ. സോറി ചേട്ടാ, സോറി. അതെ സാർ, താങ്കളെ കണ്ടിട്ട് വളരെ അഭ്യസ്ത വിദ്യനായ ഒരാളെ കൊടുക്കുന്നത്. താങ്കളെ പോലുള്ളവരാണ് ഈ ചാനലിലേക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അഭിപ്രായങ്ങൾ പറയേണ്ടതും അവരോട് കൂടുതൽ വിശദീകരിക്കേണ്ടതും. താങ്കൾ ഈ റിവേഴ്സ് റിപ്പോ നിരക്കുകളെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? നോട്ട് എ വെരി ഗുഡ് ഒപ്പീനിയൻ. സാർ, അതൊന്ന് നമ്മൾ കാണുന്നവരെല്ലാം അത്ര അറിവുള്ളവരായിരിക്കണം, ഒന്ന് വിശദമാക്കണം. തീർച്ചയായിട്ടും ഇപ്പോഴെല്ലാം റിവേഴ്സിലല്ലേ പോകുന്നത്. ഇപ്പോ മുന്നോട്ട് പോകുമ്പോൾ റിവേഴ്സ് ബിഫോർ പിറകോട്ട് പോകുന്നു. പിറകോട്ട് പോകാൻ പാടില്ല, അതാണ് പ്രശ്നം. മനസ്സിലായോ? മനസ്സിലായി ചേട്ടാ. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചത്, ഈ ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് നടന്ന സംഭവമാണ് നമ്മുടെ വിജയ് മല്യ. അദ്ദേഹം കുറെ കാശ് കടമെടുത്തു, എല്ലാം കഴിഞ്ഞ് നാട് വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ലയബിലിറ്റീസ് എല്ലാം അവർ റൈറ്റ് ഓഫ് ചെയ്തു. എന്താണ് ഈ റൈറ്റ് ഓഫിനെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? സാറിന് ആര് പറഞ്ഞു ഓഫ് ആവുന്നു? ചെറിയൊരു കിക്കാവുകയുള്ളൂ, ഓഫ് ആവില്ല. ഓഫ് ആണെങ്കിൽ OCR അടിക്കണം, KF ചേർത്തിട്ട്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു സാറിന് ജ്ഞാനം. ഒരു കാര്യം കൂടി, ഈ ക്യാഷ്ലെസ് എക്കണോമിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യു ഡോണ്ട് ലൈക്ക് മൈ സിമ്പിൾ ഡ്രസ്? സാറിന് മനസ്സിലായല്ലേ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, 10 രൂപ എടുക്കാനില്ല. പിന്നെ എക്കണോമിക്സ് എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടം. മനസ്സിലായി? താങ്ക് യു സർ, താങ്ക് യു. അല്പം മുന്നോട്ട് നിൽക്കൂ സാർ. സാർ, എന്താണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനത്തെ കുറിച്ച് അങ്ങേക്കുള്ള അഭിപ്രായം? പ്രധാനമന്ത്രിയുടെ തീരുമാനമൊക്കെ അടിപൊളിയല്ലേ. ഈ ഒരു 10 വർഷത്തിനിടയിൽ ബെസ്റ്റ് തീരുമാനം. ഈ പാവപ്പെട്ടവരുടെ കാശെല്ലാം കുത്തിവെച്ചിരിക്കുന്ന കള്ളപ്പണക്കാർക്ക് 8ന്റെ മണിയല്ലേ കൊടുക്കുന്നത്. തകർപ്പ ഹില്ലോക്ക്. അപ്പോൾ ശരി,
പ്രധാനമന്ത്രിയുടെ തീരുമാനം ഓക്കെ, പക്ഷെ ഈ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടോ ഈ നിൽക്കുന്ന ജനങ്ങൾക്കൊക്കെ ഇത്രയും ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ പറയാനുള്ളത്? എന്തിനു പറയാ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ പാവപ്പെട്ടവന്മാരും കാര്യമില്ലാത്തവന്മാരെല്ലാം വന്ന് ക്യൂ നിൽക്കും. എന്തായാലും കേന്ദ്ര സർക്കാർ ഒരു ഉപകാരം ചെയ്തു. അല്ല, അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞപ്പോ പ്രധാനമന്ത്രി ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന്. പ്രധാനമന്ത്രിയുടെ തീരുമാനം വളരെ ശരിയാണ്. കേന്ദ്ര സർക്കാർ ചതിയമാണ് ജോലി. പ്രധാനമന്ത്രി വളരെ കറക്റ്റ്. അല്ല, അപ്പൊ ഈ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിനാണെന്ന് പറഞ്ഞേ? എന്തായാലും ആരായാലും പ്രധാനമന്ത്രി ചെയ്തതാണ് ശരി. ഗുഡ് മോർണിംഗ്. അസ്സലാമലൈക്കും. ഓ ഹാജിയാരി, എന്താണ് ഹാജിയാരി കൈക്ക് പറ്റിയിരുന്നത്? ഈ ക്യൂവിൽ നിന്ന് ക്യാമറയിലേക്ക് നോക്കുള്ളൂ. എന്താണ് ഈ കൈക്ക് പറ്റിയത്? ക്യൂവിൽ നിന്ന് വീണ് പരിക്കേറ്റതാണോ, അത് ആരെങ്കിലും തള്ളിയിട്ടതാണോ? എന്താണ് ഈ കാണുന്നത്? ഇത് കുറച്ച് ദിവസം മുന്നേ പറ്റിയതാ ഉള്ളേ. നമ്മള് കെട്ടിയോട് കൂടെ ആ പാർക്കിലൊന്ന് നടക്കാൻ പോയത്. അപ്പൊ ഒരു ഹലാക്കിലെ നായ നമ്മുടെ വൈത്താലെ കൂടി. അപ്പൊ നമ്മളെന്ത് ചെയ്തു, നമ്മളോളെ എടുത്തങ്ങ് പൊക്കി. നമ്മള് വിചാരിച്ചത് നമ്മളെ നല്ല ഉശിരും പുളിയൊക്കെ ഉള്ള ചെറുപ്പക്കാരനല്ലേ, അങ്ങനെ വിട്ടാ പറ്റോ? നമ്മളെ തൊടാണ്ട് ഓളെ തൊടാൻ പറ്റില്ല. എന്തേ? അപ്പൊ ഓള് പറയാണ്, എടോ മനുഷ്യേ, കല്ലെടുത്ത് കമ്പെടുത്തും ഒക്കെ നായനെ ഓടിക്കണ കണ്ടത് സ്വന്തം കെട്ടിയോളെ എടുത്തെറിയണ ആദ്യമായിട്ട് കാണണം. എന്താ ഞങ്ങൾ പറയാ? അപ്പൊ തന്നെ ഞങ്ങൾ ഓളെ കണ്ട് മേടിച്ച നായ ഓളെ കടിച്ചില്ല, ഞമ്മളെ കടിച്ചില്ലേ. മനസ്സിലായ? മനസ്സിലായി. ഇത് വളരെ കഷ്ടമായിട്ടൊരു കാര്യമാണ്. ഇപ്പോ ഈ എന്താ പറയാ, കുറച്ച് നാട് ഇല്ലാതെന്നൊരു ശല്യമായിരുന്നു ഈ എന്താ പറയാ, അവിടെയും ഇവിടെയും പട്ടികടി, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പട്ടികടി ശല്യം. അത് ഇപ്പൊ വീണ്ടും തുടങ്ങി പട്ടികടി ശല്യം എന്നാണ് പറഞ്ഞു. തിരക്കാതിരിക്കും. ഈ പട്ടികടി ശല്യം വീണ്ടും തുടങ്ങി കേരളത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. നമ്മള് മനുഷ്യന്മാരൊക്കെ ഇപ്പൊ കായൊന്നും ഇല്ലാണ്ട് ആകെ ഇടങ്ങേറില്ലല്ലേന്ന്. അപ്പൊ നായ്ക്കളും ബേജാറിലാന്ന്. നായ്ക്കളാണെങ്കിലും സ്നേഹിക്കാനറിയാവുന്ന ഒരു കൽബുണ്ട് അവർക്ക്. നമ്മുടെ കാശിന്റെ പ്രശ്നമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് ഓരിക്കടിച്ചോളും. നമ്മുടെ കോഴിക്കോട് കടിക്കണേന്റെ അന്ന് തന്നെ കൊല്ലത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ കടിച്ചു. അതാണ് ജനങ്ങളുടെ പ്രതികരണം. അപ്പൊ ഹാജിയാരെ, അങ്ങ് മലപ്പുറത്തുനിന്ന് വരുന്നു എന്നൊരാളെന്തുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ അങ്ങ് വടക്കുനിന്ന് വരുന്ന ഒരാളെന്ന് ചോദിക്കുകയാണ്. ഈ കുഴൽപ്പണം എന്ന് കേട്ട്, ഈ കുഴൽപ്പണം എല്ലാം ഈ മലപ്പുറത്ത് അവിടെയൊക്കെ ഇപ്പോഴും ഉണ്ടോ? എന്താണ് ഈ കുഴൽപ്പണം എന്ന് പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് പറയാമോ? ശരി, കുഴൽപ്പണം ഉണ്ട് മോനെ. അത് നമ്മുടെ ഗൾഫാക്കുള്ളല്ലേ. എണ്ണ കോയിൽ പോലെ വലിയ കോയിലല്ലേ. അവിടെ ഗൾഫിൽ കായിട്ടാ നേരെ നമ്മുടെ കൊച്ചിയിൽ കിട്ടുന്ന. അതാണ് മോനെ കോയില് പണം. തിരിഞ്ഞു പ്രേക്ഷകർക്കും കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഇപ്പോൾ ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിമോണിറ്റൈസേഷനും അതിന്റെ പരിണതഫലങ്ങളും, ഈ അപ്രായോഗികമായ ഒരു തീരുമാനവും അതേക്കുറിച്ച് ചർച്ചകൾ എന്താണ് അങ്ങയുടെ അഭിപ്രായം? पूछेगा पैसा मिलेगा, पैसा है। पैसा मिलता है लेकिन काम बहुत मुश्किल है। बेटा इधर टीवी चैनल आ रहा हूँ। हम कलवानी टीवी है, कलवानी या हमारा मुल्क में मिलेगा। मुल्क का कलवानी टीवी, कलवानी। आप क्यों के हम इधर हमारे जगह पर बहुत रश है, इसलिए मत गया। इधर भी ऐसा है, हम लोग क्या करें? നിങ്ങൾ നോക്കൂ, പാവപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ബുദ്ധിമുട്ടാക്കുന്ന ഈ സർക്കാരിന്റെ തീരുമാനം, ഇത് എത്രത്തോളം നമ്മുടെ നാട് എന്നാണ് നേരെയാകാൻ പോകുന്നത് ഈ പ്രകസനങ്ങളോടുകൂടി? താങ്ക് യു. അങ്ങ് എന്താണ് അങ്ങേക്ക് ആകെ ഒരു പരിവേഷം, ഇത്ര പിന്നിലായി പോയോ ബാക്കിലായോ, എന്താണ് ഈ ഒരു? അതെ, അമ്പലം
ഇത്തിരി വൈകി. സാർ ഇറങ്ങിയതാണ് നേരത്തെ അറിയിച്ചാൽ 2 ഗ്ലാസ് പാൽപ്പായസം കൂടി കഴിച്ചിട്ട് കുറച്ചുകൂടി ഭംഗി കണ്ടുപിടിക്കാൻ. അപ്പോ അങ്ങ് പറഞ്ഞത് ഈ ക്യൂവിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഏർപ്പാടാണെന്നാണ് അങ്ങ് പറഞ്ഞത്. നിൽക്കാൻ ഇപ്പോൾ ദേശത്തിന് ബുദ്ധിമുട്ടുണ്ട് വെച്ചാലും ഈ മുന്നിൽ നിൽക്കണ വിദ്വാന്റെ കൂടെ എത്തിയാൽ തന്നെ ഇത്തിരി സമാധാനമാവും. കറണ്ട് ബില്ലോട് അടച്ചിട്ട് വേണേ ഇല്ലത്തെത്താൻ. അപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ദക്ഷിണയൊക്കെ ഇപ്പോഴും ശാന്തിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണോ അങ്ങ് കഷ്ടിയാണ്. എല്ലാവരും ക്യാഷ്ലെസ് ആണോ ഇപ്പോ? പേരക്കടക്കം വഴിപാട് കഴിക്കുന്നത് പറ്റി പറഞ്ഞിട്ടാണ്. എന്നാ എല്ലാവർക്കും നല്ലതേ ഉണ്ടാവും വെച്ചാൽ ഒരു പരിഭവം ഇല്ലേ. ഒരു ആ കാർഡിട്ട് വലിക്കുന്നവർ എന്താണല്ലോ സ്വൈപ്പിംഗ് അത് വാങ്ങാമെന്ന് ഇരിക്കണ്ട. വളരെ നല്ല കാര്യമാണ്. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, അപ്പൊ ഇപ്പോ ഈ 500-ന്റെ 1000-ന്റെ ഒക്കെ ധാരാളം ദക്ഷിണ എന്താണ് അതുകൊണ്ട് ഇപ്പോ ബാങ്കിൽ ഇടാൻ പറ്റില്ല? 500, 1000 അധികം ഉണ്ടായിരുന്നെങ്കിൽ അറിയില്ലേ ഉള്ളത്. ഞാൻ ഭണ്ഡാരത്തിലായിട്ടു കുറെ കാലമായി കമ്മിറ്റിക്കാരെ എന്നെ ബുദ്ധിമുട്ടിക്കണം. ഇനി അവര് ഇത്തിരി ബുദ്ധിമുട്ടോട്ടെ എന്നാ. താനിപ്പോ ഇതൊരു ക്യാമറയാണോ? ആ ഇത് പാത്തേമാനും കുട്ടികളൊക്കെ ലൈവായിട്ട് കാണണ്ടാവോ? പാത്തേമാനും കുട്ടികൾ മാത്രമല്ല, കേരളം മുഴുവൻ എന്താണ് വിചാരിച്ച റവാണി മീഡിയ നെറ്റ്വർക്കിനെ പറ്റി ഇന്ത്യ മുഴുവൻ കാണും. അത് വളരെ എന്നാ അധികം ഇവിടെ ആവുന്ന ഇപ്പൊ വെറുതെ നിൽക്കാണിച്ചാലും ഫേമസ് ആവാച്ചാലും രസാണേ. വളരെ വളരെ നന്നായി. ഹായ്. Hello, how are you? Yeah, bro, tell me. What's your name? I'm Cutie Krish. ക്യാമറയിലേക്ക് നിൽക്കും. ഞങ്ങൾ ലൈവ് ചെയ്യുന്നതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങൾക്കെല്ലാം ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാറുണ്ടോ? ഞങ്ങളെല്ലാം ഫുൾ ടൈം ഓൺലൈനിലാണല്ലോ. ഞങ്ങൾ ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, ഫുൾ ടൈം ഓൺലൈനിലാണല്ലോ. എന്താണ് ഈ വാലറ്റ് ഫെസിലിറ്റിയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ വാലറ്റ് ആണ് ഉദ്ദേശിച്ചത്. ആ വാലറ്റ് അല്ല, ഈ വാലറ്റ്. ഓക്കെ, ശരി, അതെല്ലാം പോട്ടെ. ഒന്ന് ഈ ക്യൂബിലേക്ക് അങ്ങ് വന്നു. ഒരൊറ്റ സ്ത്രീ പ്രാതിനിധ്യം പോലുമില്ല. ഇന്ത്യ ഇത്രയും പുരോഗമിച്ച് 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നു, ഇത്രയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ സ്ത്രീയെ പോലും ഈ ക്യൂവിൽ കാണാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ നിങ്ങളുടെ ന്യൂ ജനറേഷന്റെ അഭിപ്രായമാണ് ഈ ഡിമോണിറ്റൈസേഷനെ കുറിച്ച്. നിങ്ങളുടെ യുവജനങ്ങളുടെ ഈ യുവരക്തത്തിന്റെ ഈ യൂത്തിന്റെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായമൊക്കെ ഫേസ്ബുക്കുകളിൽ നോക്കും. ഞങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. പോസ്റ്റ് നോക്കും. ഇവിടെ ഒന്നും വെറുതെ കാര്യം പറ്റില്ല. ഇപ്പൊ എല്ലാം പോസ്റ്റിലാണ് കാര്യം. ഓക്കെ, താങ്ക് യു. പോസ്റ്റ് ഒരു 500 rupees 500 rupees എന്തിനാണ്? അല്ല ഇതൊക്കെ പെയിന്റ് വെച്ചിട്ട് കൂടെ. ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇത്രയും നേരം അകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും നേരം എന്തായിരുന്നു താമസം? അതിപ്പോ ഞാൻ എന്തുട്ട പറയുന്ന അല്ല, ഒന്ന് പറയൂ, എന്താണ്? ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം 2000-ന്റെ പുതിയ രൂപ നോട്ടുകൾ, അത് വലിപ്പം കൂടുതൽ, പഴയ മെഷീൻ, അതിൽ നിന്നുള്ള ചിപ്പ്, മെഷീൻ, മിക്സി, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ പുറത്തേക്ക് വരാനുള്ളൊരു കുഴപ്പം. അതല്ലേ അങ്ങനെ തെറ്റുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു കാര്യം ഓർമ്മ കേട്ടോ. അക്കത്തേക്കണ ചേട്ടോ, ആ ഫ്ലഷ് ശരിക്കും വർക്കില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കട്ടോ. അല്ല ചേട്ടൻ എന്താ പറയാ, ഫ്ലഷ് പുതിയ രൂപാനോട്ട് മെഷീനൊക്കെ അതിന്റെ കൂടെ എന്താണ് പുതിയ പരിഷ്കാരം എന്താണെന്ന് പറയുന്നത്? എന്തുട്ടാ ATM? അങ്ങനെ പറയാലേ. ആദ്യത്തെ മോഷണല്ലേ ഇതിനുള്ളിൽ നടക്കുന്നത്. ഇത് ATM അല്ലടോ, ഇത് പബ്ലിക് ടോയ്ലറ്റാണ്. ചേട്ടാ സോറി, തമിഴ് ടിവിയിൽ നിന്ന് സൈനിങ് ഓഫ് ചെയ്യുന്നു. വിമൽ കുമാർ ആൻഡ് കണ്ണത്തി ശശി. സോറി. ചാനലിന്റെ പേര് കളവാണി മീഡിയ നെറ്റ്വർക്ക്. സോറി. കളവാണി മീഡിയ നെറ്റ്വർക്ക്. അത് ശരി, കളവാണി മീഡിയ നെറ്റ്വർക്ക്. അതായത് കളവ് ആണ് ഈ മീഡിയ നെറ്റ്വർക്ക് എന്ന്. എന്നാ നന്ദി കേട്ടാ, നമസ്കാരം കേട്ടാ, ബൈ ബൈ.